തിരുവനന്തപുരം വെള്ളനാട് ഒരു ദിവസത്തെ വാടക വൈകിയതിന്റെ പേരിൽ വീട്ടുടമസ്ഥന്റെ ക്രൂരത. വീട്ടിലേക്കുള്ള ജലവിതരണ കണക്ഷൻ കട്ട് ചെയ്തു. ഇതോടെ വെള്ളമില്ലാതെ പ്രതിസന്ധിയിലായി 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള 4-അംഗ കുടുംബം. ഒരു ദിവസം വാടക വൈകിയതിന്റെ പേരിലാണ് വീട്ടുടമസ്ഥന്റെ ക്രൂരത. ഇതോടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ഒരു കുടുംബം കടുത്ത പ്രതിസന്ധിയിലായി. കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യം. വെള്ളനാട് സ്വദേശി ജോയിക്കും കുടുംബത്തിനുമാണ് ദുരനുഭവം. ഈ മാസം 10-ാം തീയതിയാണ് വാടക കൊടുക്കാനുള്ളത്. 11-ാം തീയതി രാവിലെ ഞാൻ അന്ന് രാത്രിയാണ് വന്നത്. അപ്പോൾ പിറ്റേന്ന് ഞാൻ രാവിലെ പൈസ കൊടുക്കണം, ഞാൻ ഇവളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുളിച്ചുകൊണ്ട് സോപ്പ് തേച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വന്ന് ഈ ടാപ്പ് പൂട്ടിക്കളഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ബാക്കിയുള്ള എല്ലായിടത്തും വെള്ളമുണ്ട്, നമുക്ക് മാത്രം വെള്ളമില്ല. എന്താണെന്ന് നോക്കാൻ വേണ്ടി നോക്കി പൂട്ടിയിട്ടേക്കണം. ഇവിടെ ഒന്ന് വീണ്ടും തുറന്നപ്പോൾ ഇയാൾ വീണ്ടും വൈകിട്ടും എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് പൂട്ടിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെ വന്നിട്ട് ഇയാൾ ആക്സം ബ്ലേഡ് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിനൊരു തീരുമാനം, ഒന്നിനും എനിക്ക് വെള്ളം തരിക, അല്ലെങ്കിൽ ഇതെല്ലാം ശരിയാക്കി തന്നതിന് ശേഷം ഞാൻ മാത്രം വാടക ഞാൻ കൊടുക്കും. പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നടപടിയായില്ല. ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടും അവിടുത്തെ ഹൗസ് ഓണറോടും പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുമൊക്കെ ആ വീട് പോയി സന്ദർശിച്ചു. അടിയന്തരമായത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ പരിഹരിച്ചിട്ടില്ല. നമുക്ക് ഈ സമയം 2:30 മണിയായി. ഇന്നലെ 11 മണിക്ക് ആ വീട്ടിലേക്കുള്ള വാട്ടർ കണക്ഷൻ കട്ട് ചെയ്തു. ആ പാവപ്പെട്ട കുടുംബത്തിന് ഇന്നലെ 11 മണിക്ക് നിഷേധിക്കപ്പെട്ട വെള്ളം ഈ 2:30 മണിയായിട്ടും കിട്ടിയിട്ടില്ല. കുട്ടികളുടെ പ്രാഥമിക കാര്യം പോലും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഗുരുതരമായ പ്രശ്നമുണ്ട്. സാധാരണ 10-ാം തീയതിയാണ് വാടക തുക നൽകുന്നത്. എന്നാൽ ഒരു ദിവസം വൈകിയപ്പോൾ പൈപ്പിന്റെ കണക്ഷൻ വിച്ഛേദിച്ചു. ഇതാണ് ഈ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയത്. ജനം, തിരുവനന്തപുരം.